ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ അഞ്ചാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സയൻസിൽ കൃഷി എന്നുള്ള ടോപ്പിക്കിൻ്റെ ബാക്കി ഭാഗം കൂടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCERTയിലെ ചില പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത് പഠിച്ചു. അപ്പോൾ ഞാൻ ഓവറോൾ എല്ലാ ചാപ്റ്ററിലും എന്തൊക്കെ പറയുന്നതനുസരിച്ച് ഓർഡറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഡറിലാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമതാണ് വിവിധ സസ്യഭാഗങ്ങൾ അല്ലെങ്കിൽ സസ്യവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് എപ്പിഫൈറ്റുകൾ? ഒന്നാമത്താണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഓർക്കിഡുകൾ ഉൾപ്പെടുന്ന സസ്യവിഭാഗമാണ് എപ്പിഫൈറ്റുകൾ. ഓർക്കിഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ വീട്ടുകളിൽ ഈ തെങ്ങിന്റെ മുകളിൽ ചകിരിയുടെ മുകളിലൊക്കെ വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഓർക്കിഡുകൾ എന്താണ്? ഒരു എപ്പിഫൈറ്റ് ആണ്. നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് ആര്? മരവാഴ. ഓക്കെ, മരവാഴ ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും അതുപോലെ മണ്ണില്ലെങ്കിലും വളരുവാനും ഇവയ്ക്ക് കഴിയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിന് മാത്രം, താമസിക്കാൻ വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. കണ്ടോ, ഇതാണ് മരവാഴ. ഇയാളാണ് മരവാഴ. മരവാഴ ഒരു ഓർക്കിഡാണ്. നിങ്ങൾ കണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ചെറിയ നല്ല രസമുള്ള പൂക്കളൊക്കെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവയാണ് എന്ത്? ഓർക്കിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് എപ്പിഫൈറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. പാരസൈറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവ കുറച്ച് അപകടകാരികളാണ്, അല്ലെ? അപ്പൊ പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്താന്ന് നോക്കാം. ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യം പറഞ്ഞാല് ഏത് ചെടിയുടെ മുകളിലാണോ ഈ പറഞ്ഞ സസ്യങ്ങള് താമസിക്കുന്നത് അയാളാണ് ആതിഥേയ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ആര്? പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണം ഒക്കെ ഊറ്റിയെടുത്തിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അവ രണ്ട് തരമുണ്ട്. പൂർണ്ണ പരാതമുണ്ട്, അതുപോലെ തന്നെ അർദ്ധപരാത സസ്യങ്ങളുണ്ട്. പൂർണ്ണ പരാത സസ്യങ്ങളുണ്ട്, അർദ്ധപരാത സസ്യങ്ങളുണ്ട്. എന്താണ് പൂർണ്ണ പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാസസ്യങ്ങൾ. ഇവർ കുറച്ച് പണിയെടുക്കുന്നുണ്ട്. അതായത് ഇവർ ആദ്യത്തെ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് അവര് സ്വന്തം ആഹാരം നിർമ്മിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് അർദ്ധപരാസസ്യങ്ങൾ. അതിന് ഉദാഹരണമാണ് ആര്? ഇത്തിൽ കണ്ണി. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഇത്തിൽ കണ്ണിയുടെയാണ് കേട്ടോ. ഇത്തിൽ കണ്ണി അർദ്ധപരാത സസ്യത്തിന് ഒരു ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് ഇത്തിൽ കണ്ണി. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണം വലിച്ചെടുക്കുന്നു, എന്നിട്ട് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി പൂർണ്ണ പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണ പരാത സസ്യങ്ങൾ. ഇവർ ഒരു പണിയെടുക്കുന്നില്ല, വെറുതെ കുത്തിരിക്കുക. അവരെന്താ ചെയ്യുന്നത്? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുത്ത് അവര് ആ സസ്യം കഴിച്ച് അല്ലെങ്കിൽ ആ സസ്യം ആഗിരണം ചെയ്ത് ജീവിക്കുന്നവയാണ് പൂർണ്ണ പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. ഇതാണ് മൂടില്ലാത്താളി, ഇയാളാണ് റെഫ്ലേഷ്യ. റെഫ്ലേഷ്യനെ കുറിച്ച് അറിയാലോ? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് ആര്? റെഫ്ലേഷ്യ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റെഫ്ലേഷ്യ എന്തായിരുന്നു? ഒരു പൂർണ്ണ പരാത സസ്യമായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഈ അർദ്ധപര സസ്യം അതുപോലെ തന്നെ പൂർണ്ണപരാഗ സസ്യമൊക്കെ എന്താണ്? ആദ്യ സസ്യങ്ങൾക്ക് ദോഷം ചെയ്യുന്നവയാണ് കേട്ടോ. ഇനി അടുത്തതാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ.
എന്താണ്, ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ആര്, ശവോപജീവികള്. റൊട്ടിയിലും അച്ചാറിലും കാണുന്ന പൂപ്പലുകൾ ഇതിനൊരു ഉദാഹരണമാണ്. പക്ഷെ പൂപ്പലുകൾ എന്തല്ല, സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല, കൂണുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് പൂപ്പല്. അപ്പൊ ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മോണോട്രോപ്പ. ഓക്കെ, മോണോട്രോപ്പ ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്നും പറയും. ഓക്കെ, എന്താണ്, സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപജീവികൾ എന്നും പറയുന്നു. ഇവരെന്താ ചെയ്യുന്നത്, ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളർന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. നമ്മളെ സാധാ വള്ളിച്ചെടികളെയാണ് അവർ പറയുന്നത്. ഉദാഹരണം പാവല്, പടവലം, കുരുമുളക്, ഇവയൊക്കെ എന്താണ്, ആരോഹികളാണ്. ഇവ എന്താണ്, ഒരു ദുർബല കാണ്ഡ സസ്യങ്ങളും കൂടിയാണ്. പിന്നെ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗമാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയും. എന്താണ്, അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയും. ഇത് ഇപ്പോ ഇങ്ങനെ ചുറ്റി ചുറ്റി കാണുന്ന സാധനമല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്, പ്രധാനം അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. മറ്റു വേരുകൾ ഉപയോഗിച്ച് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്ന ഒരു സസ്യമാണ് കുരുമുളക്. അറിയാലോ, കുരുമുളക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവ ഓരോ വേരുകൾ പറ്റി പിടിച്ചിട്ടാണ് അവ പടർന്നു പോകുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി കണ്ടോ, ഇതാണ് നമ്മുടെ പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇഴവള്ളികൾ എന്ന് പറഞ്ഞാൽ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികള്. ഇവയ്ക്ക് എന്തില്ല, പ്രധാനങ്ങളോ മറ്റു വേരുകളോ ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്. ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് താങ്ങുവേരുകൾ. ഉദാഹരണം പേരാല്. ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് എന്തെന്ന് പറയുന്നത്, താങ്ങുവേരുകള്. അവയ്ക്ക് ഉദാഹരണമാണ് ആര്, പേരാൽ എന്ന് പറയുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട്. ശിഖരങ്ങളിൽ നിന്നാണ്, ചില്ലകളിൽ നിന്നാണ് വേരുകൾ താഴോട്ട് വരുന്നത്. എന്നാൽ തണ്ടിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. കണ്ടോ, തണ്ടിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. അതിന് ഉദാഹരണമാണ് ആറ്റുകൈത. ക്ലിയർ ആണല്ലോ. അപ്പൊ താങ്ങുവേര് എന്ന് പറഞ്ഞാല് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളർന്ന വേരുകൾ താങ്ങുവേരുകളും തണ്ടിൽ നിന്ന് താഴേക്ക് വളർന്ന വേരുകൾ പൊയ്ക്കാൽ വേരുകളും. താങ്ങുവേര് ഉദാഹരണം പേരാലും പൊയ്ക്കാൽ വേരിന് ഉദാഹരണം ആറ്റുകൈതയുമാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്താണ് കണ്ടൽ ചെടി. കണ്ടൽ ചെടിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചതുപ്പ് നിലയങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. സുനാമി തടയുന്നവയാണ്. കണ്ടൽ ചെടിയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നത് എന്തിനാണ്, വാതക വിനിമയത്തിന് സഹായിക്കുന്നതിനാണ്. ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ. അപ്പൊ ശ്വസന വേരുകൾക്ക് ഉദാഹരണം ഏതാണ്, കണ്ടൽ ചെടിയാണ്. ശ്വസന വേരുകൾക്ക് ഉദാഹരണം ഏതാണ്, കണ്ടൽ ചെടിയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് സംഭരണ വേരുകളും സംഭരണ വേരുകളും ഭൂഖണ്ഡങ്ങളും. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഏതാണ് സംഭരണ വേര്, ഏതാണ് ഭൂഖണ്ഡങ്ങൾ എന്ന്. അപ്പൊ സംഭരണ വേരെന്ന് പറഞ്ഞാല് ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകള്. ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ, അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്സ് എന്നും പറയും. സ്റ്റോറേജ് റൂട്ട്സ്. അപ്പോ എല്ലാ കിഴങ്ങുകളും എന്തല്ല, സംഭരണ വേരുകളല്ല. എല്ലാ കിഴങ്ങുകളും എന്തല്ല, സംഭരണ വേരുകളല്ല. മണ്ണിനടിയിൽ കാണുന്ന കാണ്ഡങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. അപ്പോ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരാന്ന് വിചാരിക്കരുത്. അവയിൽ ചില ഭൂഖണ്ഡങ്ങളുണ്ട് കേട്ടോ. ഭൂഖണ്ഡങ്ങളുണ്ട്. അവ എന്താണ്, മണ്ണിനടിയിൽ കാണുന്ന കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ട്. ആ തണ്ടാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്.
രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. അപ്പൊ ഉരുളക്കിഴങ്ങ് ഒരിക്കലും സംഭരണ വേരല്ല, അതെന്താണ്? ഒരു കാണ്ഡമാണ്, ഒരു ഭൂകാണ്ഡമാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സംഭരണ വേരിന് ഉദാഹരണമാണ് കപ്പ, ക്യാരറ്റ്, ബീട്രൂട്ട്, ശതാവരി, മധുരക്കിഴങ്ങ്. അതുപോലെ തന്നെ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ചേന, കൂർക്ക, ഇഞ്ചി, ചേമ്പ്, മഞ്ഞള്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ഒരുപോലെയല്ലേ? അപ്പൊ അവർ രണ്ടിലും ഒന്നിലല്ലേ വരികയെന്ന് വിചാരിച്ചിട്ട് തെറ്റിപ്പോകരുത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും വ്യത്യാസമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പോഷണം. പോഷണം എന്ന് പറഞ്ഞാല് ജീവികള് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിന് പറയുന്നതാണ് പോഷണം. ഒന്നുമില്ല, ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിന് പറയുന്നതാണ് എന്ത്? പോഷണം എന്ന് പറയുന്നത്. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങളാണ് സ്വപോഷികൾ. ചോദിച്ചിട്ടുണ്ട്, സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങളെ പറയുന്ന പേര് എന്താണ്? സ്വപോഷികൾ അഥവാ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. സ്വപോഷികൾ അഥവാ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് പരപോഷികൾ. നമ്മളൊക്കെ പരപോഷികളാണ് അല്ലെ? സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ പരപോഷികളും സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങൾ എന്താണ്? സ്വപോഷികളുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി പിന്നെ ബാഹ്യ പരാദങ്ങൾക്ക്, നമ്മൾ പരാത സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇവിടെ ചെറിയ 2 ജീവികളെ കുറിച്ച് പറയുന്നു. ഒന്നുമില്ല, ഇമ്പോർട്ടന്റ് അല്ല. ബാഹ്യ പരാദങ്ങൾക്ക് ഉദാഹരണമാണ് പേന്, അതുപോലെ തന്നെ ചെള്ള്. ആന്തര പരാദത്തിന് ഉദാഹരണമാണ് ആര്? നമ്മുടെ വിര. ആന്തര പരാദത്തിന് ഉദാഹരണമാണ് വിര. ഓക്കെ, ഇത് രണ്ടും ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചില പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങളുണ്ട് അല്ലെ? പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങളാണ് ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. എന്താണ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് വീനസ് ഫ്ലൈ ട്രാപ്പ്, അതുപോലെ തന്നെ സൺഡ്യൂ ചെടി, സൺ ഡ്യൂ ചെടി, അതുപോലെ തന്നെ പിച്ചർ ചെടി. ഇവയൊക്കെ എന്താണ്? ഈ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതാണ് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇയാളാണ് സൺഡ്യൂ ചെടി, ഇയാളാണ് പിച്ചർ ചെടി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. ഈ ചെടിയുടെ മുകളിൽ ഇതാ എന്തെങ്കിലും പ്രാണി വന്നാൽ ആ 2 വാതിൽ പോലെ ഇരിക്കുന്ന ഭാഗം അടയും. എന്നിട്ട് ചില പ്രത്യേകദ്രവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവയെ നശിപ്പിക്കും, കഴിക്കും. അതുപോലെ തന്നെ ഇവ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ പ്രാണി വന്നിരുന്നാൽ ഇതങ്ങ് ചുരുണ്ടു പോകും. നമ്മളെ ഈ തേരട്ട വെക്കല്, ചെറിയ തേരട്ട പോലത്തെ ജീവിയില്ലേ, അത് ചുരുളുന്ന പോലെ ഈ ചെടി ചുരുണ്ടിട്ട് അവയെ നശിപ്പിക്കും. അതുപോലെ ഇതിൽ ആരെങ്കിലും വന്നിരുന്നാൽ അങ്ങനെ ഇത് അടഞ്ഞു പോയിട്ട് അങ്ങനെ. ഇതാണ് എന്ത് പറഞ്ഞാൽ ഇരപിടിയൻ സസ്യങ്ങൾ. പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങളാണ് ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സസ്യകലകൾ. എന്താണ്? സസ്യകലകൾ. സസ്യകലകൾ നമുക്കറിയാം, അതിൽ ലഘുകലകളുണ്ട്, സംവഹന കലകളുണ്ട്, അങ്ങനെ 2 തരമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ലഘുകലകൾ. ഇതാണ് ലഘുകലകൾ. ഫസ്റ്റ് വൺ ഈസ് പാരങ്കൈമ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, +2 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ +2 സയൻസ്, +1 സയൻസ് എടുത്തവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പാരങ്കൈമ. പാരങ്കൈമ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല, വളരെ ചെറുതായിട്ട് അതിൻ്റെ ചില പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലയാണ് പാരൻകൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലയാണ് ഇത് പാരൻകൈമ എന്ന് പറയുന്നത്.
മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് വിശദീകരിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് മാത്രം പഠിക്കുക. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളാണ്, മൃദുവായ സസ്യഭാഗങ്ങളാണ് കാണപ്പെടുന്നത്, പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. അതാരത് ചോദിക്കാം? അതാരാണ്? പാരൻകൈമയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് ആര്? കോളൻകൈമ അല്ലെങ്കിൽ കൊള്ളൻകൈമ എന്നും പറയാറുണ്ട്. കോളൻകൈമ എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻകൈമ. എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ കാണപ്പെടുന്നതാണ് എന്ത്? കോളൻകൈമ. കണ്ടല്ലോ? ഇതാണ് എന്ത്? കോളൻകൈമ. കോശങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? കോളൻകൈമ എന്ന് പറയുന്നത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. അത് പഠിച്ചു വെക്കുക. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ആളാരാണ്? സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അപ്പോ പാരൻകൈമ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളൻകൈമ എന്ത് ചെയ്യുന്നു? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമ എന്ത് ചെയ്യുന്നു? സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത വ്യക്തികൾ ആരാണ്? സംവഹന കലകൾ. ഏതാണ്? സംവഹന കലകൾ അഥവാ വാസ്കുലാർ ടിഷ്യൂ. എന്താണ് സംവഹന കലകൾ പറയുന്നത്? സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന കലകളാണ് സംവഹന കലകൾ അഥവാ വാസ്കുലാർ ടിഷ്യൂ. ഒന്നുമില്ല, വേരുകൾ ആഗിരണം ചെയ്യുന്ന ജലം അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്ന കലകളാണ് സംവഹന കലകൾ എന്ന് പറയുന്നത്. ഇത് പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതായതുകൊണ്ട് ഇതിനെന്ത് വിളിക്കുന്നു? സങ്കീർണ കലകൾ അഥവാ കോംപ്ലക്സ് ടിഷ്യൂ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഈ സസ്യങ്ങളിലുള്ള 2 തരം സങ്കീർണ കലകളാണ് നമുക്കറിയാം, സൈലവും ഫ്ലോയവും. എന്താണ് സൈലം എന്ന് പറഞ്ഞാൽ? സൈലത്തിന്റെ പിക്ചർ കണ്ടല്ലോ. എന്താണ് ഇവിടെ സൈലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സൈലം എന്ന് പറയുന്നത്. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സൈലം എന്ന് പറയുന്നത്. വേര് ആഗിരണം ചെയ്യുന്ന, അതാണ് പഠിച്ചു വെക്കേണ്ടത് മെയിൻ ആയിട്ട്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ക്ലിയർ ആണല്ലോ? ജലത്തിന്റെ സംവഹനം നടത്തുന്ന സൈലത്തിലെ മൃതകോശമാണ് ട്രെക്കിഡുകളും വെസലുകളും. ജലത്തിന്റെ സംവഹനം നടത്തുന്ന സൈലത്തിലെ മൃതകോശങ്ങളാണ് ട്രെക്കിഡുകളും വെസലുകളും. ഇതിൽ ട്രെക്കിഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ട്രെക്കിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ട്രെക്കിഡ് എന്ന് പറയുന്നത്. ഇയാളാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു കുഴലാണ് വെസൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വെസലും സൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിന്റെ സംവഹനം നടത്തുന്ന സൈലത്തിലെ മൃതകോശങ്ങളാണ് ട്രെക്കിഡുകളും വെസലുകളും എന്ന് പറയുന്നത്. വ്യാസം കൂടിയ സൈലത്തിലെ മൃതകോശമാണ് വെസൽ. ആൻഡ് വെസലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ്. കണ്ടോ? ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ്. അത് ഒരാള്, രണ്ടാള്, മൂന്നാള്, അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് അയാളെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്ന ആളാരാണ്? സൈലമാണ്. ഇനി ഫ്ലോയം എന്ന് പറയുന്ന ചിത്രം കണ്ടല്ലോ. ഫ്ലോയത്തിന്റെ ധർമ്മം എന്താണ്? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ആളാണ് ഫ്ലോയം. കുഴലുകളായിട്ട് രൂപപ്പെട്ട് പരസ്പര ബന്ധിത കോശങ്ങളായിട്ടാണ് ചേർന്നത്. പിന്നെ സസ്യങ്ങളിൽ സൂക്രോസ് രൂപത്തിലുള്ള ആഹാര സംവഹനം, സസ്യങ്ങളിൽ സൂക്രോസ് പോലുള്ള ആഹാര സംവഹനം നടക്കുന്നത് മുഖ്യ ഭാഗമായ സീവ് നാഡികളിലൂടെയാണ്. സീവ് നാഡി എന്ന് പറയുന്നത് ഈ ആളാണ് ആര്? സീവ് നാഡി എന്ന് പറയുന്നത് കേട്ടോ. ഇയാളാണ് സീവ് നാഡി എന്ന് പറയും. ഈ സീവ് നാഡിയിലൂടെയാണ് സൂക്രോസ് രൂപത്തിലുള്ള ആഹാര സംവഹനം നടക്കുന്നത്. സീവ് നാളിയുടെ കുറുകെയുള്ള ഭിത്തി
ഭിത്തിയിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നു. കണ്ടല്ലോ, ഈ ഭിത്തി കണ്ടല്ലോ, ഇതാണ് ഭിത്തി. ഈ ഭിത്തിയിൽ സുഷിരങ്ങൾ കണ്ടല്ലോ. ഓക്കെ, സുഷിരങ്ങൾ കാണപ്പെടുന്നു. ആഹാരം തന്മാത്രകൾക്ക് സീവ് നാളികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് സുഷിരങ്ങളിലൂടെ സീവ് നാളികളിലെ കോശദ്രവ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ്. അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, അതിന്റെ ധർമ്മം മാത്രം പഠിച്ചു വെക്കുക. പിന്നെ ആ സീവ് നാളി എന്നും കൂടി പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് സൈലവും ഫ്ലോയവും എന്ന് പറയുന്നത്. സൈലം എന്ന് പറഞ്ഞാല് വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും സസ്യ ഇലകളിലേക്ക് എത്തിക്കുന്നു. ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഇല നിർമ്മിച്ച ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സംവഹന കലകളെ കുറിച്ച് പഠിച്ചു. അതുപോലെ സസ്യകലകൾ, പാരങ്കൈമ പ്രകാശസംശ്ലേഷണം, ആഹാര സംഭരണം. കോളങ്കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറങ്കൈമ താങ്ങും ബലവും നൽകുന്നു. ക്ലിയർ ആണല്ലോ. നമ്മൾ ചില സംഭരണ വേരുകൾ, ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പഠിച്ചു. കണ്ടൽ ചെടി എന്താന്ന് പഠിച്ചു. താങ്ങുവേര്, പൊയ്ക്കാൽ വേര് പഠിച്ചു. അതുപോലെ തന്നെ പരാഗ് സസ്യങ്ങളെ കുറിച്ച് പഠിച്ചു. എപ്പിഫൈറ്റുകൾ എന്താന്ന് പഠിച്ചു. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇത്രയും ക്ലാസ്. നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതിയെടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.